നമസ്കാരം. ചലഞ്ചർ ആപ്പ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 LDC പരീക്ഷയ്ക്ക് ശേഷം നമ്മൾ പ്രതീക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ്, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലോട്ടുള്ള ലാബ് അസിസ്റ്റന്റ് പോലത്തെ പരീക്ഷകൾ. 2024 10th പ്രിലിംസിന്റെ ഭാഗമായിട്ടാണ് ഈ പരീക്ഷ നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഓൾറെഡി PSC പറഞ്ഞു കഴിഞ്ഞു. ഈ പരീക്ഷയ്ക്ക് ഇനി തൊട്ട് ഏറെക്കുറെ 3 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലാണ് ഈ പരീക്ഷ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 2024 ജാനുവരി മാസത്തിൽ PSC പുറത്തിറക്കിയ ടെന്റേറ്റീവ് ഷെഡ്യൂൾ പ്രകാരം ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ 10th പ്രിലിംസിന്റെ ഭാഗമായിട്ടാണ് ഈ പരീക്ഷ നടക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇവിടെ സ്ക്രീനിൽ കാണുന്നത് 2024 10th പ്രിലിംസിന്റെ ഭാഗമായിട്ടുള്ള വിവിധ തസ്തികകളാണ്. ഇതിൽ 5 പരീക്ഷകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ 5 തസ്തികൾക്ക് വേണ്ടിയിട്ടാണ് 2024 10th പ്രിലിംസ് പരീക്ഷ നടക്കാൻ പോകുന്നത്. അതിലൊന്ന് 134/2023 കാറ്റഗറി നമ്പർ സ്റ്റോർ കീപ്പർ, കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഓക്കെ, അതിന്റെ പരീക്ഷ ടെന്റേറ്റീവ് ഷെഡ്യൂൾ പ്രകാരം ഒക്ടോബർ ഡിസംബർ മാസം. അടുത്ത 259/2023 സ്റ്റോർ കീപ്പർ, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. അതുപോലെ തന്നെ 446/2023 അസിസ്റ്റന്റ് ടൈം കീപ്പർ, പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. 447/2023 ലാബ് അസിസ്റ്റന്റ്, ലബോറട്ടറി അസിസ്റ്റന്റ്, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ 587/2023 ഓഫീസ് അറ്റൻഡന്റ് അഥവാ OA, ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, കേരള PSC, സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്. ഇത്രയും തസ്തികളിലോട്ടാണ് 2024 10th പ്രിലിംസിന്റെ പരീക്ഷ നടക്കാൻ പോകുന്നത്. ഇത് PSCയുടെ ടെന്റേറ്റീവ് ഷെഡ്യൂൾ പ്രകാരം ഒക്ടോബർ ഡിസംബർ മാസത്തിൽ നടക്കുന്ന പറഞ്ഞിരിക്കുന്നു. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇതിപ്പോ ജൂലൈ 16 തീയതിയാണെന്ന്. ജൂലൈ മാസം നമുക്കൊരു 15 ദിവസം കണക്കാക്കാം. ഓക്കെ, ഓഗസ്റ്റ് മാസം 31 ദിവസമുണ്ട്. അതുപോലെ തന്നെ സെപ്റ്റംബർ മാസം 30 ദിവസമുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ഒക്ടോബർ മാസം നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഒക്ടോബറിന്റെയും ഡിസംബറിന്റെയും ഇടയിലായതുകൊണ്ട് തന്നെ ഏത് ഡേറ്റ് തൊട്ടാണ് തുടങ്ങുന്നത്, എത്ര ഘട്ടം ഉണ്ടാവും എന്ന് നമുക്കറിയില്ല. എന്തായാലും ഒറ്റഘട്ടത്തിൽ ഈ പരീക്ഷകൾ അവസാനിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒക്ടോബർ മാസത്തിൽ തുടങ്ങി ഡിസംബറിനിടയിൽ 3 മാസം കൊണ്ട് പരീക്ഷ തീർക്കാനായിരിക്കും സാധ്യത. അപ്പൊ ഒക്ടോബർ സെക്കൻഡ് പാർട്ട്, അതായത് രണ്ടാമത്തെ സെക്കൻഡ് വീക്കിന് ശേഷം ഈ പരീക്ഷകൾ തുടങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു 3 മാസത്തെ സമയമാണ് ഈ പരീക്ഷയ്ക്ക് ഇനി ബാക്കിയുണ്ടാവും. ഒക്ടോബർ 15 ശേഷം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 3 മാസം സമയമാണ് ബാക്കിയുണ്ടാവുക. അപ്പോൾ LDC പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിനു വേണ്ടി സെപ്പറേറ്റ് ഒരു പ്രിപ്പറേഷൻ വേണ്ടി വരുന്നില്ല. കാരണം ഇത് 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയാണ്. ഇംഗ്ലീഷും മലയാളവും ഇല്ലാത്ത സിലബസ് ആണ്. നിങ്ങളുടെ നിലവിലുള്ള LDCയുടെയും LGSന്റെയും പ്രിപ്പറേഷൻ തീർച്ചയായിട്ടും ഈ പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്നതാണ്. ഒരു ലെവലും കൂടെ മുന്നിലായിക്കൊണ്ടായിരിക്കും എല്ലാവരും പ്രിപ്പറേഷൻ ചെയ്യുന്നത്. പക്ഷെ അവിടെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ LDC പരീക്ഷ എഴുതുന്നുണ്ട്. അതിൽ ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികളും LGS പരീക്ഷയും എഴുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരേ രീതിയിൽ ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുമായിട്ട് നല്ലൊരു കോമ്പറ്റീഷൻ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് LDC പരീക്ഷയ്ക്ക് ശേഷം വരുന്നതാണെങ്കിൽ പോലും ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകം തയ്യാറെടുപ്പുകൾ നടത്തുന്നത് നല്ലതായിരിക്കും. എസ്പെഷ്യലി സെക്രട്ടേറിയറ്റ് OA പോലെയുള്ള ഉയർന്ന ഗ്ലാമർ തസ്തികളിൽ നല്ല എക്സ്പോഷർ ഉള്ള, അല്ലെങ്കിൽ നല്ല പ്രൊമോഷൻ സാധ്യതയുള്ള തസ്തികൾ ഇതിലുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ ഇതിനു വേണ്ടി ചെയ്യുന്നത് നല്ലതാണ്. ഇനി ഇതിന്റെ ഒരു മെയിൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2024 പ്രിലിംസ് മാത്രമേ നടക്കുകയുള്ളൂ എന്ന് ഓൾറെഡി PSC പറഞ്ഞിട്ടുണ്ട്. മെയിൻസ് അടുത്ത വർഷമേ ഉണ്ടാവുകയുള്ളൂ. അതിന്റെയും ഷെഡ്യൂൾ ഓൾറെഡി PSC പറഞ്ഞിട്ടുണ്ട്. ആ ഷെഡ്യൂൾ പ്രകാരം ടെന്റേറ്റീവ് എക്സാമിനേഷൻ ഷെഡ്യൂൾ ഓഫ് 10th ലെവൽ മെയിൻ എക്സാമിനേഷൻ 2024 അതെല്ലാം മാർച്ച് മെയ് മാസത്തിൽ 2025 മാർച്ച് മെയ് മാസത്തിലാണ് ഇതിന്റെ മെയിൻസ് പരീക്ഷ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നിലവിലെ ഈ വർഷം ജാനുവരി മാസത്തിൽ PSC പുറത്തിറക്കിയ ടെന്റേറ്റീവ് ഷെഡ്യൂൾ പ്രകാരം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ LDCയുടെ പ്രിപ്പറേഷന് ശേഷം 10th ലെവൽ പ്രിലിംസ് കഴിഞ്ഞാൽ പോലും പിന്നീട് നമുക്കൊരു 3-4 മാസം സമയം, അല്ലെങ്കിൽ 4-5 മാസം സമയം കിട്ടുന്നുണ്ട്. ആ സമയത്തും ഔട്ട് ഓഫ് ട്രാക്ക് ആവാതെ കണ്ടിന്യൂസ്ലി പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മെയിൻസ് പരീക്ഷ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. LDCക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ, LGSന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും നല്ല രീതിയിലാണ് നിങ്ങളുടെ പഠനം മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ പരീക്ഷ ക്ലിയർ ചെയ്യാവുന്നേ ഉള്ളൂ. ഈ പരീക്ഷയും കൂടെ വരുന്നുണ്ട് എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വേണം നിങ്ങൾ LDCക്കും LGSനും പ്രിപ്പയർ ചെയ്യാൻ. ചലഞ്ചർ ആപ്പിൽ നിലവിൽ ഓൾറെഡി LDCയുടെ ക്രാഷ് കോഴ്സ് റണ്ണിംഗ് ആണ്. അതുപോലെ തന്നെ LGS പരീക്ഷയുടെ ക്രാഷ് കോഴ്സും 10th പ്രിലിംസിന്റെ ക്രാഷ് കോഴ്സും ആരംഭിച്ചിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും
താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. മാത്രമല്ല ദിവസവും രാവിലെ 5 മണി തൊട്ട് രാത്രി 9 മണി വരെ, രാവിലെ 5 മണി തൊട്ട് രാത്രി 9 മണി വരെ ചലഞ്ചർ ആപ്പിന്റെ ഹോം പേജിലുള്ള ഡെയിലി എക്സാം എന്ന് പറയുന്ന ഭാഗത്ത് ഓക്കെ നമ്മൾ പരീക്ഷ നടത്തുന്നുണ്ട്, മോഡൽ എക്സാം നടത്തുന്നുണ്ട്. അതിൽ LDC എന്ന് പറയുന്ന പരീക്ഷ സെലക്ട് ചെയ്തുകൊണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും എഴുതാൻ വേണ്ടി ശ്രമിക്കാം. ആ LDCയുടെ മോഡൽ എക്സാം ഈ വരാൻ പോകുന്ന ഖാദി ബോർഡ് LDCയുടെ മെയിൻസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ LDC 2024 വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെയാണെങ്കിൽ 10th പ്രിലിംസിന് വേണ്ടി നിങ്ങൾക്ക് ഉപകരിക്കുന്നതായിരിക്കും. ഇനി LGS 2024 എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മോഡൽ എക്സാം നടത്തുന്നുണ്ട്. ഓക്കെ, അതും രാവിലെ 5 മണി തൊട്ട് രാത്രി 9 മണി വരെയാണ്. ആ LGS 2024 മോഡൽ എക്സാം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അതും തീർച്ചയായിട്ടും 10th ലെവൽ പരീക്ഷകൾ 10th പ്രിലിംസ് പരീക്ഷയ്ക്കും LGS നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പൊ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നല്ല പഠനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.